കാവാലം സെന്റ് ജോസഫ് ഇടവക 2024-25 വാർഷിക റിപ്പോർട്ട്. ആരംഭവും വളർച്ചയും. 1983 കാവാലം സെന്റ് തെരേസസ് പള്ളിയുടെ കീഴിൽ ഒരു ചാപ്പലായി ആരംഭിച്ച കാവാലം സെന്റ് ജോസഫ് കൂട്ടായ്മ ദൈവാനുഗ്രഹത്താലും വിശ്വാസികളുടെ തീഷ്ണത നിറഞ്ഞ പ്രവർത്തനത്താലും 2021 മെയ് 20 ഒരു സ്വതന്ത്ര ഇടവകയായി രൂപപ്പെട്ടു. ഇതിന് പിന്നിലുള്ള ഈ ഇടവകയിലെ മുതിർന്നവരുടെയും പൂർവികരുടെയും ആത്മസമർപ്പണത്തിന് നന്ദി പറയുന്നു. ഇടവകയുടെ ആത്മീയ നേതൃത്വം വികാരി ഫാദർ ഐസക് ആലഞ്ചേരി, കൈക്കാരന്മാർ ശ്രീ സണ്ണി പോൾ കിഴക്കുന്തറ, ശ്രീ സജി ജോസഫ് ചേക്കാത്ര, പ്രതിനിധി യോഗ സെക്രട്ടറി ഷെറിൻ വർഗീസ് മുണ്ടുപറമ്പിൽ, കണക്കൻ ശ്രീ ജോസ് തോമസ് കൂത്തശ്ശേരി, ദേവാലയ ശുശ്രൂഷി ശ്രീ ജോർജ് കുട്ടി 15, സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ് റവറൻ സിസ്റ്റർ റീന SH എന്നിവരാണ്. ഇടവക ദിനം 2024 മെയ് 2 ഇടവക ദിനം ആചരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത സിഞ്ചല്ലൂസ് പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് വാണിയപ്പുരയ്ക്കൽ അച്ഛൻ ഇടവക ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികാരി റവറൻ ഫാദർ ലൈജു കണിച്ചേരി അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. വിവാഹത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്നവരെ ആദരിക്കുകയും ഇടവക ഒരു കുടുംബമായി സ്നേഹവിരുന്ന് ആസ്വദിക്കുകയും ചെയ്തു. 2024 മെയ് 2 മുതൽ 5 വരെ തീയതികളിൽ ഇടവക മധ്യസ്ഥനായ മാർ യൗസേഫ് പിതാവിന്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടി. 2025 മാർച്ച് 10 മുതൽ 19 വരെ മാർ യൗസേഫ് പിതാവിന്റെ മരണ തിരുനാൾ ഭക്ത്യാദരപൂർവ്വം ആചരിച്ചു. ഇടവകയുടെ കൂട്ടായ്മയുടെയും വിശ്വാസാനുഭവത്തിന്റെയും പ്രകാശനമായിരുന്നു തിരുനാൾ ദിനങ്ങളിലെ വിശുദ്ധ കുർബാനയും മാധ്യസ്ഥ പ്രാർത്ഥനയും തിരുനാൾ ദിനത്തിലെ നേർച്ച ഭക്ഷണവും. ഇതിനു പുറമെ മാർ തോമസ് ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ, ദനഹ തിരുനാൾ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഓർമ്മ തിരുനാൾ, വിശുദ്ധ അൽഫോൻസ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ എന്നിവരുടെ തിരുനാളുകൾ, 8 നോമ്പ്, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ, മൈലാപ്പൂരിലെ അത്ഭുത സ്ലീബായുടെ തിരുനാൾ എന്നിവയും ഉചിതമായും ലളിതമായും ആഘോഷിക്കുകയുണ്ടായി. 2025 ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി. 2024 ഡിസംബർ 21 ശംഷാബാദ് രൂപതയുടെ സഹായമെത്രാൻ മാർ തോമസ് പാടിയത്ത് പിതാവ് ഇടവക തലത്തിൽ ഈശോയുടെ മനുഷ്യാവതാര ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. 2024 ഡിസംബർ 19, 20 തീയതികളിൽ ജൂബിലിക്കൊരുക്കമായി യുവദീപ്തി SMIMന്റെ നേതൃത്വത്തിൽ ജൂബിലി സന്ദേശയാത്രയും ക്രിസ്മസ് കരോളും സംഘടിപ്പിക്കപ്പെട്ടു. പരിശുദ്ധ പിതാവ് നൽകിയ ജൂബിലി പ്രാർത്ഥന ഇടവക പള്ളിയിലും ഭവനങ്ങളിലും അനുസ്യൂതം നടത്തിവരുന്നു. അതിരൂപതാതല പരിപാടികൾ. അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവിന്റെ സ്ഥാനാരോഹണം, അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിനോടുള്ള നന്ദി പ്രകാശനം, അതിരൂപതാ ദിനം, കർദിനാൾ മാർ ജോർജ് കൂവക്കാടിന്റെ മെത്രാഭിഷേകം, കർഷകരക്ഷ നസ്രാണി മുന്നേറ്റ റാലി, അതിരൂപത ബൈബിൾ കൺവെൻഷൻ എന്നിവയിൽ ഇടവകാംഗങ്ങൾ വലിയ താല്പര്യത്തോടെ സംബന്ധിച്ചു. കുടുംബ കൂട്ടായ്മകൾ. ഇടവകയിൽ വിശുദ്ധ അൽഫോൻസ, വിശുദ്ധ ചെറുപുഷ്പം, വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ യൗസേപ്പ് പിതാവ് എന്നിവരുടെ നാമധേയത്തിൽ 4 കുടുംബ കൂട്ടായ്മകൾ പ്രവർത്തിച്ചു വരുന്നു. മാസത്തിലൊരിക്കൽ ഭവനങ്ങളിൽ കൂട്ടായ്മകൾ നടത്തുന്നതിന് പുറമെ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതിനും ദേവാലയവും പരിസരവും വൃത്തിയാക്കുന്നതിനും മാസത്തിലൊരിക്കൽ ഓരോ കൂട്ടായ്മയും നേതൃത്വം കൊടുക്കുന്നു. കുടുംബ നവീകരണ പരിപാടികൾ. ക്രിസ്തുമസിനൊരുക്കമായി എല്ലാ ഭവനങ്ങളിലും കൂട്ടായ്മ അടിസ്ഥാനത്തിൽ കുന്ത നമസ്കാരങ്ങൾ നടത്തുകയും ക്രിസ്തുമസ് ദിനത്തിൽ ജപമാല പ്രദക്ഷിണത്തോടെ പള്ളിയിലെത്തി ക്രിസ്തുമസ് കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്തു. 2025 ഏപ്രിൽ 11 40-ാം വെള്ളിയാഴ്ചയിൽ ഉപവാസ പ്രാർത്ഥന ദിനമായി ആചരിച്ചു. 2025 ഏപ്രിൽ 28 മുതൽ 30 വരെ വാർഷിക ധ്യാനം നടത്തപ്പെട്ടു. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ആരാധനാക്രമ ചൈതന്യത്തെ സ്വീകരിക്കുവാൻ ഉതകുന്ന ആരാധന നടത്തിവരുന്നു. വലിയ നോമ്പ് കാലത്ത് ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലും
ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സന്ദർശിക്കുകയും വീട് വെഞ്ചരിപ്പ് നടത്തുകയും ചെയ്തു. ആരാധനാക്രമ പരിശീലനം. ആരാധനാക്രമ ചൈതന്യം ഉൾക്കൊള്ളുവാൻ വിശുദ്ധ കുർബാനയിലെ വായനകൾ ഭവനങ്ങളിൽ നൽകപ്പെട്ടിട്ടുള്ള ആരാധനാക്രമ കലണ്ടർ ഉപയോഗിച്ച് കുടുംബങ്ങളിലും നടത്തപ്പെടുന്നു. സീറോ മലബാർ സഭയിലെ നവീകരിക്കപ്പെട്ട റംശ പ്രാർത്ഥനയും സപ്ര പ്രാർത്ഥനയും ദേവാലയത്തിലും കൂട്ടായ്മകളിലും ഉപയോഗിച്ചു വരുന്നു. അതിരൂപതാ ദിനം 2024 മെയ് 19 ഇടവക തലത്തിൽ അതിരൂപതയിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ അതിരൂപതാ ദിന പ്രതിജ്ഞ എടുക്കുകയും മെയ് 20 കുറുമ്പനാടത്ത് വെച്ച് നടന്ന അതിരൂപതാ ദിനാഘോഷത്തിൽ ആദ്യ കുമ്പസാരവും ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരണവും. ഇടവകാംഗങ്ങളായ 7 കുഞ്ഞുങ്ങൾ ഈ വർഷം ആദ്യ കുമ്പസാരം നടത്തുകയും 2025 ഏപ്രിൽ 27 ആഘോഷമായ വിശുദ്ധ കുർബാന. തീർത്ഥാടനങ്ങൾ. 2024 സൺഡേ സ്കൂൾ മിഷൻ ലീഗ് എന്നിവയുടെ നേതൃത്വത്തിൽ കുടമാളൂരിലേക്ക് അൽഫോൻസ തീർത്ഥാടനവും SMYM യുവദീപ്തിയുടെ നേതൃത്വത്തിൽ മലയാറ്റൂരിലേക്കും നിരണത്തേക്കും തീർത്ഥാടനങ്ങൾ നടത്തുകയും ചെയ്തു. അൽഫോൻസ തീർത്ഥാടനത്തിന് ഒരുക്കമായി കുട്ടികൾ ഇടവകയിലെ ഭവനങ്ങൾ സന്ദർശിക്കുകയും പ്രാർത്ഥന നടത്തുകയും ഫൊറോന തലത്തിൽ വിശുദ്ധ അൽഫോൻസ ഛായാചിത്രം പ്രയാണത്തിന് സ്വീകരണം നൽകുകയും ചെയ്തു. രോഗീദിനം. 2025 ഫെബ്രുവരി 11 രോഗികൾക്ക് വേണ്ടി ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. 2025 ഏപ്രിൽ 13 യുവജനങ്ങളുടെ നേതൃത്വത്തിൽ രോഗികളും വൃദ്ധരുമായവരെ ദേവാലയത്തിൽ എത്തിച്ച് അവർക്ക് കുമ്പസാരത്തിനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും അവസരം ഒരുക്കി. ലഹരി വിരുദ്ധ ദിനം. ഇടവകയിൽ യുവദീപ്തി SMYMന്റെ നേതൃത്വത്തിൽ മദ്യമയക്കുമരുന്ന് ലഹരിക്കെതിരായി ഒപ്പുശേഖരണം നടത്തി. സൺഡേ സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും തട്ടാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബും നടത്തുകയുണ്ടായി. കൈരളി പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI തദവസരത്തിൽ സന്ദേശം നൽകുകയും ചെയ്തു. ലോഗോസ് ക്വിസ് നൂറുമേനി. ദൈവവചനത്തോട് ആഭിമുഖ്യം പുലർത്തുന്നതിനും വചന പഠനത്തിനുമായി ലോഗോസ് ക്വിസ് നൂറുമേനി എന്നിവയിൽ ഇടവകയിൽ നിന്നും പ്രോത്സാഹനജനകമായ പിന്തുണ ലഭിക്കുന്നത് അഭിനന്ദനാർഹമാണ്. അൾത്താര ബാലന്മാർക്ക് സെമിനാർ. വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ശുശ്രൂഷകരാകുന്ന അൾത്താര ബാലന്മാർക്ക് 2025 ഏപ്രിൽ 13 ഒരു അർദ്ധദിന സെമിനാർ നടത്തുകയുണ്ടായി. ഇടവകയുടെ ഭൗതിക സൗകര്യങ്ങൾ. ഇടവകയുടെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തുവാനായി കൂട്ടായ്മകളിൽ നടത്തുന്ന ആഴ്ചപ്പിരിവ് ഇടവകയുടെ അനുദിന പ്രവർത്തനങ്ങൾക്ക് സഹായകരമാണ്. സാമ്പത്തിക സഹായം നൽകിയ അനേകം പേരുണ്ട്. കൂടാതെ ദേവാലയത്തിൽ ആവശ്യമായ വെള്ളിക്കുരിശ്, ആശീർവാദം നൽകുന്നതിനുള്ള മദ്ബഹായിലെ സ്റ്റാൻഡ്, കാപ്പകൾ, കുസ്തോതി, ധൂപക്കുറ്റി എന്നിവ സംഭാവനയായി നൽകിയവരെ നന്ദിയോടെ ഓർക്കുന്നു. ദേവാലയത്തിൽ വയ്ക്കുവാനായി വിവിധ അവസരങ്ങളിൽ പൂക്കൾ നൽകുന്നവർ, ഭക്ഷണവും മറ്റും സ്പോൺസർ ചെയ്യുന്നവർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. തിരുനാളിന് മുമ്പായി പള്ളിയും പള്ളിമേടയും സെമിത്തേരിയും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് സാധിച്ചതും നന്ദിയോടെ അനുസ്മരിക്കുന്നു. തലപ്പള്ളിയായ കാവാലം സെന്റ് തെരേസാസ് ഇടവകയിൽ നിന്നും ഈ പള്ളിക്ക് സ്വതന്ത്ര ഇടവകയായി തിരിഞ്ഞപ്പോൾ നൽകിയ വാഗ്ദാനമനുസരിച്ച് വിഹിതം നൽകിയതും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അനുരഞ്ജന സമിതി. അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രതിനിധി യോഗം ചുമതലയേൽപ്പിച്ച അനുരഞ്ജന സമിതി ഫലപ്രദമായി ഈ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്നു. അനുരഞ്ജന സമിതി അംഗങ്ങളായ ജോമി തറമേൽക്കളം, പ്രിൻസ് പുത്തൻപറമ്പിൽ, കുഞ്ഞച്ചൻ 15 എന്നിവരുടെ നേതൃത്വത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. രോഗികളായവർക്കും പ്രത്യേക സഹായം ആവശ്യമുള്ളവർക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ഇടവക തലത്തിലും കൂട്ടായ്മ തലത്തിലും പ്രത്യേകം ശ്രദ്ധ നൽകി വരുന്നു. വയനാട് ദുരന്തം പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ അതിരൂപത നിർദ്ദേശപ്രകാരം ഇടവകാംഗങ്ങൾ സഹായം നൽകുകയുണ്ടായി. കളറേ ഹോം, കളറേ ഡ്രീം പദ്ധതികളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്നു. AKCC. ഇടവകയിൽ പുതുതായി AKCCക്ക് രൂപം നൽകുവാൻ അതിരൂപത ഫൊറോന ഭാരവാഹികൾ ഈ ഇടവക സന്ദർശിക്കുകയും 2025 ഫെബ്രുവരി 9 AKCC പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു.
സൺഡേ സ്കൂൾ മിഷൻ ലീഗ്. 2024 ജൂൺ 2 സൺഡേ സ്കൂൾ മിഷൻ ലീഗ് പ്രവർത്തന വർഷം ആരംഭിക്കുകയും 2025 ഏപ്രിൽ 6 വിശ്വാസോത്സവത്തോടെ സമാപിക്കുകയും ചെയ്തു. ഈ വർഷം 4 പ്രാവശ്യം PTF മീറ്റിംഗുകൾ കൂടുകയുണ്ടായി. സൺഡേ സ്കൂൾ കുട്ടികൾ ഫൊറോന അതിരൂപത തലങ്ങളിൽ രചനാ മത്സരങ്ങളിലും സാഹിത്യ മത്സരങ്ങളിലും പങ്കെടുത്ത് സമ്മാനങ്ങൾക്ക് അർഹരായി. തുരുത്തി ഫൊറോനയിൽ 100-ൽ താഴെ കുട്ടികളുള്ള വിഭാഗത്തിൽ നമ്മുടെ ഇടവക 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. നമ്മുടെ ഇടവകയിൽ നിന്നും ജോസ്ന ജോസഫ് എട്ടൽ കലാതിലകമായും അസീന ജൂബി ബെസ്റ്റ് ആക്ടറായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടവക തലത്തിൽ സൺഡേ സ്കൂൾ പഠനത്തിനും മറ്റു മത്സരങ്ങൾക്കും ഉചിതമായ സമ്മാനങ്ങൾ നൽകുകയുണ്ടായി. വിശ്വാസോത്സവം 2025 മാർച്ച് 28 മുതൽ ഏപ്രിൽ 6 വരെ നടത്തപ്പെട്ടു. ബൈബിൾ റാലി, രോഗി സന്ദർശനം, എക്സിബിഷൻ എന്നിങ്ങനെയുള്ള പരിപാടികൾക്ക് പുറമെ ഫ്ലാഷ് മോബും ഈ വർഷം സംഘടിപ്പിക്കപ്പെട്ടു. ഫൊറോന നേതൃപരിശീലന സെമിനാറിൽ ഇടവകാംഗങ്ങളായ 5 കുട്ടികൾ സംബന്ധിച്ചു. സൺഡേ സ്കൂൾ അധ്യാപകർ കുട്ടികളെ വ്യക്തിപരമായി അന്വേഷിക്കുകയും ഭവന സന്ദർശനം നടത്തുകയും ചെയ്തു വരുന്നു. യുവദീപ്തി SMYM യുവദീപ്തിയുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനം ഇടവക, ഫൊറോന, അതിരൂപത തലങ്ങളിൽ നടത്തപ്പെട്ടപ്പോൾ നമ്മുടെ യുവജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. ഈ വർഷം നിരണം, മലയാറ്റൂർ തീർത്ഥാടനങ്ങൾക്ക് യുവജനങ്ങൾ നേതൃത്വം നൽകി. രോഗീ ദിനത്തിൽ രോഗികളെ ദേവാലയത്തിലെത്തിക്കുന്നതിനും പള്ളിയിൽ വിവിധ അവസരങ്ങളിൽ നേർച്ച ഭക്ഷണം വിളമ്പുന്നതിനും യുവജനങ്ങൾ നേതൃത്വം നൽകുന്നു. ദേവാലയവും പരിസരവും വൃത്തിയാക്കുന്നതിനും വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും 3 മാസത്തിലൊരിക്കൽ യുവജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരം ഫലപ്രദമായി വിനിയോഗിച്ചു വരുന്നു. ജൂബിലി സന്ദേശയാത്ര, ക്രിസ്തുമസ് കരോൾ ഗാന മത്സരം എന്നിവയ്ക്ക് യുവജനങ്ങൾ നേതൃത്വം നൽകുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം യുവദീപ്തിയുടെ പുതിയ ഓഫീസ് മുറിയുടെ ഉദ്ഘാടനവും യുവജനങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ RO പ്ലാന്റിന്റെ ഉദ്ഘാടനവും നടത്തുകയുണ്ടായി. വിശ്വാസോത്സവത്തിൽ സൺഡേ സ്കൂൾ അധ്യാപകരെ യുവജനങ്ങൾ ആവശ്യത്തിനനുസരിച്ച് സഹായിച്ചു വരുന്നു. പള്ളിയുടെ പരിസരങ്ങളിൽ യുവജനങ്ങൾ ആയിരിക്കുന്നതിന് വേണ്ടി കായിക വിനോദങ്ങൾ നടത്തുകയും അവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മാതൃപിതൃവേദി. മാതൃപിതൃവേദിയുടെ ഇടവകതല ഉദ്ഘാടനം നടത്തപ്പെട്ടു. മാതൃദിനാചരണം 2025 മാർച്ച് 16 നടത്തി. തദവസരത്തിൽ പ്രത്യേകം അനുസ്മരിക്കപ്പെടേണ്ട രീതിയിൽ ഇടവക പ്രവർത്തനങ്ങൾ നടത്തിയ മാതാക്കളെ ആദരിച്ചു. 2024 ജൂൺ 2 മാതൃപിതൃവേദിയുടെ നേതൃത്വത്തിൽ ഇടവകയിൽ നേതൃപരിശോധനാ ക്യാമ്പും തിമിര നിർണയവും നടത്തി. അതിരൂപത സംഘടിപ്പിച്ച മെഗാ മാർഗൻകളിയിൽ ഈ ഇടവകയിൽ നിന്നും 10 പേർ ഭാഗഭാഗുക്കളായി. ഫൊറോനാൽ അതിരൂപത മത്സരങ്ങളിൽ മാതാക്കളും പിതാക്കന്മാരും പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ഉന്നത നിലവാരം പുലർത്തുകയും ചെയ്തു. വിൻസെന്റ് പോൾ സൊസൈറ്റി. ഇടവകയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുഖമായി വിൻസെന്റ് പോൾ സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നു. ജാസ് സ്വാശ്രയ സംഘങ്ങളുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിച്ചു വരുന്നു. നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഓരോ മാസത്തിലും സമ്മേളനങ്ങൾ നടത്തുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. അതിരൂപത ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ ഇടവകയിലെ വാർഷികവും ജനുവരി മാസത്തിൽ നടത്തപ്പെട്ടു. ഗായിക സംഘം വിശ്വാസ സമൂഹത്തെ ആരാധനാക്രമ കർമ്മങ്ങളിൽ ഭക്തിയോടെ സംബന്ധിക്കുന്നതിന് സഹായകമായ വിധത്തിൽ ഇടവക ഗായിക സംഘം പ്രവർത്തിക്കുന്നു. പ്രധാന ദിവസങ്ങളിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി ആവശ്യമായ ഗാന പരിശീലനം നേടി തിരുക്കർമ്മങ്ങളിൽ ഭക്തിസാന്ദ്രമായി സംബന്ധിക്കുവാൻ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്ന ഇടവക ഗായക സംഘം ഇടവക അംഗങ്ങളെ സഹായിച്ചു വരുന്നു. മരണാനന്തര സഹായനിധി. ഇടവകയിലെ മരണാനന്തര സഹായനിധിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് 2024 നവംബർ 24 നടത്തപ്പെട്ടു. KLM അതിരൂപത തൊഴിലാളി പ്രസ്ഥാനമായ KLMന്റെ അംഗങ്ങൾ ഓരോ മാസവും ഇടവകയിൽ സമ്മേളിക്കുകയും അതിരൂപത നിർദ്ദേശങ്ങൾക്കനുസരണം പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. മെയ് ദിന റാലിയിലും ഇടവകയിലെ KLM വാർഷികത്തിനും പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം കൊണ്ട് അവ ശ്രദ്ധേയമായി. നന്ദിയുടെ ഒരു വാക്ക്. കാവാലം ഇടവകയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിനും തോമസ് തറയിൽ പിതാവിനും ഇടവക ജനത്തിന്റെ നന്ദി അറിയിക്കുന്നു.
ഈ ഇടവകയിൽ വികാരിയായിരിക്കുകയും ഉന്നത പഠനത്തിനായി സ്ഥലം മാറിപ്പോവുകയും ചെയ്ത ബഹുമാനപ്പെട്ട ലൈജു കണിച്ചേരി അച്ഛനെയും മുൻ വികാരിമാരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇടവകയിലെ കൈക്കാരന്മാർ, കണക്കൻ, ദേവാലയ ശുശ്രൂഷി, സൺഡേ സ്കൂൾ അധ്യാപകർ, പ്രതിനിധി യോഗ അംഗങ്ങൾ, കൂട്ടായ്മ ലീഡർമാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവർക്കും ഇടവകയിലെ ഓരോ അംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി നിരന്തരം അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇടവക മധ്യസ്ഥനായ മാർ യോസേഫ് പിതാവിന്റെ മാധ്യസ്ഥം പ്രത്യേകം യാചിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു.